Plus One Accountancy, Chapter Number 3, Recording of Transaction 1. Plus One പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ടേം 1-ലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. നിങ്ങളുടെ ആദ്യത്തെ പ്രോബ്ലം പേപ്പറാണ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് വളരെ സിമ്പിളായിട്ടുള്ള തിയറി പോർഷൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് പ്ലസ് വൺ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഒരു പ്രോബ്ലം പോർഷൻസിലേക്ക് കടക്കുന്നത്. മൈസെൽഫ് ഹംസത്ത് ലിബാനൊക്കെ യുവർ അക്കൗണ്ടൻസി ഫാക്കൽറ്റി. സോ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ എക്സാമിനേഷനിൽ വെയിറ്റേജ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ളത്. അക്കൗണ്ടൻസിയുടെ ബേസിക്സ് ആയിട്ടുള്ള റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് തന്നെ ഡെബിറ്റും ക്രെഡിറ്റുമാണ്. സോ ഇതിൽ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ അടക്കം പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു 3ാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജേർണൽ എൻട്രിയിലാണ്. മോറോവർ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അഥവാ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംവിധാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. എങ്ങനെയാണ് ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യേണ്ടത്, ലെഡ്ജറിലേക്ക് ഈ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ്. സോ അതുകൊണ്ട് കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ്. നമുക്കറിയാം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2 2 ചാപ്റ്റേഴ്സ് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് കൺസിക്യൂട്ടീവായിട്ട് വരുന്നുണ്ട് അല്ലേ. സോ അതായത് ഇത് അത്രയും പഠിക്കാനുള്ള പോർഷൻസ് തന്നെയാണ്. സോ ഇത് ഒരു ചാപ്റ്റർ പഠിച്ച് തീരാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ട് ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അത്രയും കണ്ടന്റ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് വൗച്ചർ എന്താണെന്ന്, അഥവാ എങ്ങനെയാണ് വൗച്ചിങ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്യുന്നതാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണൽ എന്നുള്ള ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. സോ ആ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്, ബേസിക് റെക്കോർഡിങ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ജേർണൽ എൻട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന പോർഷനാണ് ലെഡ്ജർ. ജേർണൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ന് ബിസിനസ്സിൽ ഈ ഒരു ദിവസം ഏകദേശം 1453 ട്രാൻസാക്ഷൻ ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 1, 2, 3 1 by 1 ആയിട്ട് നമ്മൾ ഒരു സിംഗിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതിനാണ് ജേർണൽ എന്ന് പറയുന്നത് അല്ലേ. സോ ഒരു ബുക്കിൽ ഈ ട്രാൻസാക്ഷൻ മൊത്തം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് ചാപ്റ്ററിന് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്. ഫസ്റ്റ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ ജേർണൽ, ദെൻ ക്ലാസിഫിക്കേഷൻ, ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ്, ദെൻ സമ്മറൈസിങ്ങിലേക്ക് പോകും അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ്. സോ ഇതിലെ നെക്സ്റ്റ് പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ എല്ലാം ഒരു സിംഗിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനുണ്ടാകും. ക്ലാസിഫിക്കേഷൻ മീൻസ് നമ്മുടെ ബിസിനസ്സിൽ എത്ര സെയിൽസ് വരുമാനം വന്നിട്ടുണ്ട്, നമുക്ക് എത്ര ചിലവുകൾ, എത്ര പർച്ചേസസ് ഗുഡ്സ് നമ്മൾ എത്ര വാങ്ങിയിട്ടുണ്ട്, മറ്റു സാലറി എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, റെൻ്റൽ എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, വാട്ടർ എക്സ്പെൻസ്. സോ അങ്ങനെ തുടങ്ങിയ ഡിഫറെൻറ്റ് എക്സ്പെൻസ് മറ്റൊരു സൈഡിൽ എഴുതണം. എത്ര അസറ്റ്സുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്. സോ ഇതിനൊക്കെ സമ്മറൈസ്ഡ് ഡാറ്റ, ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസ് എത്ര സെയിൽ, എത്ര എക്സ്പെൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കണം. സോ അതാണ് ക്ലാസിഫിക്കേഷൻ. സോ ആ ക്ലാസിഫിക്കേഷനാണ് ആക്ച്വലി ലെഡ്ജർ. ഇത് രണ്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. ലെഡ്ജറാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മീൻസ് ഇൻ ഡീറ്റെയിൽ മീൻസ് ഏറ്റവും ഡെപ്ത് ആയിട്ട് കൂടുതൽ പഠിക്കാനുണ്ടാകും ലെഡ്ജറാണ്. ജേർണൽ ആദ്യം പഠിച്ചിട്ട് ദെൻ നമ്മൾ ലെഡ്ജറിലേക്ക് കടക്കും. സോ ഇൻഡിവിജ്വലി ഒരു പ്രോസസ് വൈസ് നോക്കുന്ന സമയത്ത് ജേർണലിൽ നമുക്കാകെ ഡെബിറ്റും ക്രെഡിറ്റും മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷേ ലെഡ്ജർ അങ്ങനെയല്ല. ഇൻഡിവിജ്വൽ അക്കൗണ്ട്സുകൾക്ക് എത്ര സാലറി കൊടുത്തിട്ടുണ്ട്, എത്ര കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, എത്ര സെയിൽ നടന്നിട്ടുണ്ട്, എത്ര പർച്ചേസ് നടന്നിട്ടുണ്ട്, എത്ര ഡിഫറെൻറ്റ് അസറ്റുകൾ, ദെൻ മെഷീനറി വാങ്ങിയിട്ടുണ്ടാകും, ലാൻഡ് വാങ്ങിയിട്ടുണ്ടാകും, ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ടാകും, സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടാകും. സോ ഇതിനൊക്കെ ഓരോരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും. സോ പ്രോസസ് വൈസ് നോക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്തി പ്രോസസ്സ് ഇവിടെ ലെഡ്ജറിൽ വരുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, അതിനെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫൈനലൈസ് ചെയ്യാനുണ്ടാകും. സോ അത്തരത്തിൽ ഒരുപാട് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വളരെ ഇൻ ഡീറ്റെയിലായിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാൻ നോക്കുക. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ചാപ്റ്ററിന് ഒരു ഹയർ ബെറ്റർ ആയിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടൻസി വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് നിങ്ങളുടെ ബേസ്. ഈ ബേസ് വെച്ചായിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാവട്ടെ, അല്ലെങ്കിൽ CA CMA തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാവട്ടെ, നിങ്ങൾക്ക് അക്കൗണ്ടൻസി വരുന്നുണ്ട്. ഈവൻ നിങ്ങൾ BBA പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. സോ ഈ ഒരു ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പഠിക്കാം. ഇത് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. മോറോവർ ഫൈനൽ എക്സാമിനേഷൻ 9 to 13 മാർക്സ് വരെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ചാപ്റ്ററിന് ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ കാണുക. നന്നായിട്ട് പഠിക്കാം മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷ്.